കോൺഗ്രസിൽ എപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അത് കോൺഗ്രസിന് ഉള്ളിലുള്ള രാഷ്ട്രീയമാണെങ്കിലും അതിനുള്ള പുറത്തുള്ള രാഷ്ട്രീയമാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് AK ബാലൻ തന്റെ സ്വന്തം പാർട്ടിയിലെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ആശങ്കകൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും പോലെയല്ല, ഇത്തവണ അത് ഏറെ നിർണായകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ CPM-ന്റെ ഒരു പതനം എന്ന് പറയുന്നത് അത് അതിതീവ്രം തന്നെയായിരുന്നു. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് നേടാനായത് കേവലം ഒരു സീറ്റ് മാത്രമാണ്, അതും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് 19 സീറ്റുകളിലാണ് വിജയമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അത് പ്രഥമ ദൃഷ്ട്യാ യഥാർത്ഥത്തിൽ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആ നേടിയെടുത്ത അധികാരങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കുക എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. പക്ഷേ അതേസമയം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട എല്ലാ പ്രൗഢികളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി കാണാൻ സാധിക്കുക. എന്നാൽ അതേസമയം തന്നെ ഈ സാഹചര്യത്തിൽ CPM നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി. ആ ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കനത്ത വെല്ലുവിളിയായി തന്നെ ഉയരുകയാണ്. ഈ വെല്ലുവിളി അല്ലെങ്കിൽ ഈ ഒരു ആശങ്കയാണ് കഴിഞ്ഞ ദിവസം AK ബാലൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ AK ബാലന്റെ വാക്കുകളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് ഇന്ന് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല. AK ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് പിടിക്കാതിരിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ജയിച്ച് പാർലമെൻറ്റിൽ പോകാനല്ല. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഇത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും അരിവാൾ നെൽക്കെതിരും അവസാനമായി അവർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹം പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം LDF മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടല്ല. LDF മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോക്സഭയിലേക്ക് പോകാനല്ല. LDF മത്സരിക്കുന്നത് LDF-നോട് തന്നെയാണ്. LDF-ന്റെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ട ഒരു സമയം തന്നെയാണ്. LDF-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി നിലനിർത്തുക എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ CPI-യുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ CPI-ക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2014-ലെയും 2019-ലെയും കക്ഷി നിലയും വോട്ടിന്റെ ശതമാനവും കണക്കിലെടുത്തുകൊണ്ടാണ് CPI-ക്ക് ദേശീയ പാർട്ടി എന്ന പദവി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചിലയിടങ്ങളെല്ലാം തന്നെ CPI-ക്ക് സംസ്ഥാന പാർട്ടി എന്ന പദവി പോലും നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ, അത്തരമൊരു തീവ്രമായ ഒരു അവസ്ഥയിലേക്കാണ് CPI നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും CPM-ന്റെ വളർച്ച എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഘടകമായി AK ബാലൻ ഉയർത്തിപ്പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ AK ബാലൻ പറഞ്ഞു വെക്കുന്നതും രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഒരർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അല്പം വിമർശനാത്മകമാണെങ്കിൽ പോലും AK ബാലൻ ആ ആശങ്ക പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ CPM-ന്റെ ഉള്ളിലുള്ള ഭയത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അതിശക്തരായ ജനങ്ങൾക്കിടയിൽ തന്നെ അത്ര കണ്ട് തന്നെ ഏറെ സ്വാധീനമുള്ള വ്യക്തികളെ തന്നെയാണ് കളത്തിലിറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വടകര ലോക്സഭാ മണ്ഡലമാണെങ്കിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണെങ്കിലും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെല്ലാം തന്നെ ആ കോട്ട തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കൂടി ലക്ഷ്യം എന്നുള്ളത്. അതായത് യാതൊരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും CPM ഇത്തവണ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അത് ശരിവെക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചത്. വടകരയിൽ ഇനി KK ശൈലജ ടീച്ചർ CPM അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യത്തിൽ അവിടെ മറ്റേതെങ്കിലും ഒരു മെയിൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു പുരുഷ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും TP എന്ന ഫാക്ടർ അവിടെ തലപൊക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ എല്ലാം തന്നെ അത് പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിലുള്ള ചില വാദങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്നുള്ളതും CPM മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് അതീതനായ ഒരു വ്യക്തി, ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് തന്നെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി, അക്രമ രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ആലോചിച്ചപ്പോഴാണ് അവിടെ KK ശൈലജ എന്ന പേര് തെളിയുന്നത്. അതുകൊണ്ടാണ് KK ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. വടകരയിൽ സ്വാഭാവികമായും അപ്പോൾ രണ്ട് ജനപ്രിയ നേതാക്കൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി വടകര മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലും KK ശൈലജ ടീച്ചറും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വടകര ലോക്സഭാ മണ്ഡലം നീങ്ങി. അവിടെയും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും K മുരളീധരനായിരുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം
എന്നിരുന്നാലും UDF-നും അതേ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ മുരളീധരന് അത്ര കണ്ട് തന്നെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ശൈലജ ടീച്ചർ ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ CPM-നുണ്ടായിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിന്റെ വരവിനോടനുബന്ധിച്ച് പാലക്കാട് നടന്ന ചില നാടകീയ സംഭവങ്ങളും ഷാഫി പറമ്പിലിന് അവിടെ വന്നുകൊണ്ട് നടത്തിയ ചില പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ CPM-ന്റെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ തരത്തിൽ വിമർശനങ്ങളും ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് CPM കൊണ്ടുവന്നുള്ളത് മന്ത്രിസഭാ അംഗമായിരുന്ന K. രാധാകൃഷ്ണനെയാണ്. രമ്യ ഹരിദാസ് K. രാധാകൃഷ്ണന് ഒത്ത എതിരാളിയാണോ എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കാരണം K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു നിയമസഭാ അംഗം കൂടിയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കുന്നത്? അദ്ദേഹത്തെ തളർത്താനാണോ വളർത്താനാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ ഏറെ പ്രസക്തമായി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ CPM പറഞ്ഞ ഒരൊറ്റ മറുപടിയായിരുന്നു, CPM-ന് ഇക്കുറി എല്ലാ മണ്ഡലങ്ങളും, അതായത് CPM-ന്റെ കോട്ടയായിരുന്ന എല്ലാ മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കുക തന്നെയാണ് ലക്ഷ്യം. അതിന് ഒരു പരീക്ഷണത്തിന് തങ്ങൾ തയ്യാറല്ല. ഏറ്റവും ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കണമെന്നുള്ളതാണ് CPM-ന്റെ ഇത്തവണത്തെ അജണ്ട എന്ന് പറയുന്നത്. ആ ദേശീയ പാർട്ടി എന്ന പദവി തന്നെയാണ് യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് K. രാധാകൃഷ്ണനെ തന്നെ നേരിട്ട് കളത്തിലിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM നീങ്ങുന്നത്. മാത്രമല്ല ഒരു പരീക്ഷണത്തിന് തയ്യാറായി. ഒരർത്ഥത്തിൽ ആലത്തൂർ പോലുള്ള CPM-ന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം കൈവിട്ടു പോവുകയാണെങ്കിൽ അത് കനത്ത ക്ഷീണം തന്നെ CPM-ന് സമ്മാനിക്കുമെന്നുള്ള കാര്യവും CPM-ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇനി രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളിലേക്ക് തിരികെ വരികയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇക്കുറി നേരിടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസ് അതെല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറാകുമെന്നുള്ള കാര്യവും തീർച്ച തന്നെയാണ്. CPM-നുള്ള സ്വാധീനം കുറഞ്ഞു വരുന്നതായും ചില മണ്ഡലങ്ങളിലെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാ സാഹചര്യവും നിലനിൽക്കുകയാണ് കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഒരു ദേശീയ പാർട്ടി പദവി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ കേരളത്തിന്റെ അത്ര പോലും തന്നെ സ്വാധീനമില്ലാത്ത 2 മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളും വോട്ടുകളും അധികം വേണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് തന്നെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ അവിടെ നിന്ന് CPM-ന് വിജയിക്കേണ്ട ഒരു അനിവാര്യത കൂടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തിയ ആ പ്രതികരണം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ CPM-നെ പോലും ഒരു പുനർചിന്തയിലേക്ക് ആ സാഹചര്യമെല്ലാം തന്നെ അല്ലെങ്കിൽ ആ വാക്കുകളെല്ലാം തന്നെ നയിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പരിഹാസ രൂപേണയാണെങ്കിലും രമേശ് ചെന്നിത്തല അക്കാര്യം എടുത്തു പറയുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് CPM-ന് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി. അതല്ലെങ്കിൽ ഒരു പക്ഷേ ആ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഒരർത്ഥത്തിൽ കേരളത്തിൽ ഒരു പക്ഷേ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകാനുള്ള സാധ്യതയില്ല, പക്ഷേ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ഇനി ചിഹ്നങ്ങൾ പോലും അന്യമാകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് CPM ശോഷിച്ചു പോകാതിരിക്കേണ്ടത് CPM-ന്റെ ഇപ്പോഴത്തെ ഒരു വോട്ട് നിലയാണെങ്കിലും കക്ഷി നിലയാണെങ്കിലും എല്ലാം നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-ന് അല്ലെങ്കിൽ LDF-ന് അതിനിർണായകം തന്നെയാണ്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്.